അപകടോ? എന്താ അപകടം? തിരുമേനി കാര്യം പറയൂ. എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. അതെ, നിലവറയിൽ വിളക്ക് കൊളുത്തിയോ? ഉവല്ല, നിലവറയിലെ നന്ദിനി ദീപം കൊളുത്തിയല്ലോ. ഇല്ല, നിലവറയിൽ ഇതുവരെ ദീപം തെളിഞ്ഞിട്ടില്ല. ഇല്ലേ? ശിവായ ഓം നമ 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 ശിവായ. അശുഭലക്ഷണങ്ങൾ അനവധിയായിട്ട് കാണുന്നുണ്ട്. ഇനി എന്ത് അത്ഭുതങ്ങളാ തിരുമേനി വരാനിരിക്കുന്നത്? ധർമ്മശാസ്താവല്ലേ തുണയായി നിൽക്കുന്നത്? ശാസ്താവിന്റെ ഭസ്മം എല്ലാവരും തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടല്ലോ. ഭസ്മം തൊടാത്തവരാരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഭസ്മം തൊടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആപത്താണ്. നീലാകാശം നിറയെ നക്ഷത്രങ്ങൾ, മിന്നുന്ന താരകങ്ങൾ. ദേ താഴേക്ക് നോക്ക്. ഇപ്പൊ ഇരുട്ടെ. ഒരു നക്ഷത്രം മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീണാൽ എന്ത് സംഭവിക്കും? നക്ഷത്രങ്ങൾ അങ്ങനെ മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീഴും അമ്മേ? വീഴും. ഉൾക്കകൾ വീഴുന്ന പോലെ വീഴും. നീ താഴേക്ക് വീണ് കത്തി അമരാൻ പോകുന്നു. ഭസ്മം തൊടാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പറയേ. മീനാക്ഷി, നീ ഇവിടെ നിൽക്കുവാണോ? ദേ നിലവറയിലെ മകരദീപം കൊളുത്താൻ പോവാ. ഞാൻ പ്രാർത്ഥനയോടെ നിൽക്കാ ചെറിയമ്മേ. ആ ഭഗവാന് പ്രസാദോ, ഇത് തൊട്ടോളൂ. ആ കാർത്തേട്ടിന് തൊട്ടു കൊടുത്തോ ചെറിയമ്മേ. എനിക്കിപ്പോ ഭസ്മം തൊടാൻ പറ്റില്ല, എനിക്ക് വേണ്ട. ആ മൈ ഗോഡ്, മീനാക്ഷി ഭസ്മം തൊട്ടിട്ടില്ല. മീനാക്ഷി എവിടെ? കഥ പറഞ്ഞു കൊടുക്കാന്നും പറഞ്ഞ് ദേവമ്മ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാ. ഈശ്വര, അപകടം. പൊന്നമ്പലമേട്ടിൽ തിരിതെളിയുമ്പോ കൃത്യമായും ചെമ്പകമംഗലത്ത് വിളക്ക് തെളിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ മരണങ്ങൾ ഉറപ്പാണ്. വേഗം വരൂ. എങ്ങനെയാ ടെറസിലേക്ക് പോകേണ്ടത്? മോനെ, മീനാക്ഷി, മീനാക്ഷി, മോനെ, മോനെ. മീനാക്ഷി. ഓം നമ ശിവായ